ഏകദേശം 17 വർഷങ്ങൾക്ക് മുൻപാണ് ലോൺ നിഷേധിച്ച ബാങ്ക് തന്നെ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള ആ ഒരു ഓൺട്രപ്രണറിന്റെ സ്റ്റോറി സംഭവിക്കുന്നത്. ആഡത്തിന് 21 വയസ്സുള്ളപ്പോഴാണ് ബിസിനസ് തുടങ്ങാൻ ലോൺ അനുവദിക്കണം എന്ന് പറയുന്ന ആവശ്യവുമായിട്ട് ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ബിസിനസ് വായ്പയെക്കുറിച്ച് അറിയാനും ഒക്കെ അദ്ദേഹം ബാങ്ക് മാനേജറെ കാണാനും പോയി. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ഞാനന്ന് വളരെ ടെൻഷനിലായിരുന്നു. മനസ്സിൽ ലോൺ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബാങ്കിലേക്ക് കാലെടുത്തു വെച്ചത്. എന്റെ കയ്യിൽ അന്ന് സ്വന്തമെന്ന് പറയാൻ കുറേ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണമില്ലായിരുന്നു. ഈ ഒരു ലോണിനെ ആശ്രയിച്ചാണ് എല്ലാം ഇരുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ ബിസിനസ് പദ്ധതികൾ കേട്ടപ്പോ ബാങ്ക് മാനേജർ അദ്ദേഹത്തിന് വായ്പ നിഷേധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം വളരെ ചെറുപ്പമാണെന്നും ബിസിനസ് ചെയ്ത് പരിചയമില്ലെന്നുമാണ് അവർ ആഡത്തിനോട് പറഞ്ഞത്. ഈ ഒരു സ്റ്റേജിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടി അവർ ആഡ് ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത വല്ലാത്തൊരു നിരാശയാണ് സമ്മാനിച്ചത്. അദ്ദേഹത്തിന് അപമാനവും നിരാശയും സങ്കടവും ഒക്കെ തോന്നി. ഏറ്റവും കഷ്ടം, ഈ സ്വപ്നത്തിനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്ന സെയിൽസ്മാൻ ജോലി ഉപേക്ഷിച്ചിരുന്നു. അതിൽ നിന്നും ലാഭം പിടിച്ച ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചാണ് ഓഫീസിന്റെ 1 മാസത്തെ റെന്റും നൽകിയിരുന്നത്. പക്ഷെ എന്തൊക്കെ തടസ്സം നേരിട്ടാലും താൻ പരാജയപ്പെടില്ല എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. കടം വാങ്ങിയ ഒരു ഫോൺ ഉപയോഗിച്ച് ആദ്യത്തെ 4 മാസം തന്റെ ഇടുങ്ങിയ ഓഫീസിലെ ആ ഒരു തണുത്ത തറയിലിരുന്ന് അദ്ദേഹം ക്ലയന്റുകളെ വിളിച്ചു. ഒരു മേശയോ കസേരയോ വാങ്ങാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലായിരുന്നു. അങ്ങനെ 4 മാസം തറയിലിരുന്നാണ് ജോലികൾ ചെയ്തത്. ആഡം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്: ആദ്യ മാസങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഇത് തുടരാൻ കഴിയുമോ എന്ന് ഞാൻ പലവട്ടം സംശയിച്ചു. അടുത്ത മാസം ബില്ലുകൾ ഞാൻ എങ്ങനെ അടയ്ക്കുമെന്നോർത്ത് ഒരുപാട് രാത്രികൾ ഞാൻ ഉറങ്ങാതെ കടന്നു. എല്ലാം തീർന്നെന്ന് കരുതിയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉപേക്ഷിക്കാൻ മാത്രം ഞാൻ റെഡിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹവും ഹാർഡ് വർക്കിങ്ങും പാഴായില്ല. ഒരു ഡെപ്റ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടാക്കി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2014 അദ്ദേഹം അത് 5 ദശലക്ഷം പൗണ്ടിന് വിൽക്കുകയുണ്ടായത്. അങ്ങനെ അദ്ദേഹത്തിന് സ്വന്തമായി 5 മൾട്ടി മില്യൺ കമ്പനികൾ ഉണ്ടാക്കാൻ സാധിച്ചു. അന്ന് $10,000 വായ്പ നിഷേധിച്ച ബാങ്ക് പിന്നീട് $450,000 കൊടുത്ത് അദ്ദേഹം വാങ്ങിക്കുകയും ചെയ്തു. ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് കേട്ടോ ആള്. സോ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും, എന്നിരുന്നാലും കഠിനമായി പരിശ്രമിച്ചാൽ ഒരു ദിവസം അത് നടപ്പാവുക തന്നെ ചെയ്യുമെന്നാണ്. ശരിക്കും ഒരു റിയൽ ലൈഫ് മോട്ടിവേഷൻ സ്റ്റോറിയാണ് കേട്ടോ. ലൈഫിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി തരുന്നൊരു സ്റ്റോറി.